കേരള വിദർഭ രഞ്ജി ട്രോഫി ഡേ 5 ലൈവ് ലിങ്ക് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ഇൻസ്റ്റാഗ്രാം ലിങ്കിലൂടെ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. രഞ്ജി ട്രോഫി ഫൈനലിന്റെ 4ാം ദിനം വിദർഭ 4 വിക്കറ്റിന് 249 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിലെ 36 റൺസിന്റെ ലീഡ് കൂടി ചേരുമ്പോൾ ആകെ ലീഡ് 286 റൺസായി. 6 വിക്കറ്റ് ശേഷിക്കെ അവസാന ദിനമായി ഇന്ന് പരമാവധി റൺസ് നേടുകയെന്ന നയത്തിൽ വിദർഭ ഉറച്ചു നിന്നാൽ കളി സമനിലയിലാകും. ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ മുൻതൂക്കത്തിൽ അവർ കിരീടം ചൂടുകയും ചെയ്യും. വിദർഭയെ ഓൾ ഔട്ടാക്കിയാൽ പോലും കേരളത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തേക്കാണ് ഇവരുടെ സ്കോർ ബോർഡ് ഉയരുന്നത്. പ്രതീക്ഷ നൽകുന്ന തുടക്കമാണ് കേരളത്തിന് രാവിലെ ലഭിച്ചത്. തേനുള്ള ബീച്ചിൽ 2ാം ഓവർ എറിയാനെത്ത ജലസക്സേനയുടെ ആദ്യ ബോളിൽ തന്നെ പാർദ്രഗാഡയുടെ കുറ്റിതെറിച്ചു. കുത്തിത്തിരിയാതെ ഉയർന്നു പൊന്തിയ പന്ത് ഡീ ബോളിൽ രഗഡയുടെ പ്രതിരോധ മതിൽ തകർത്തു. ബാറ്റിനും പാടിനുമിടയിലൂടെ പന്ത് സ്റ്റംപ് എടുത്തു. തൊട്ടടുത്ത ഓവറിൽ 2ാം ആനന്ദമെത്തി. ഓഫ് സ്റ്റമ്പിന് പുറത്ത് MD യതീഷിന്റെ ഫുൾ ലെങ്ത് ബോളിൽ ഓഫ് ഡ്രൈവിന് ശ്രമിച്ച ധ്രുവ് ഷോറയുടെ ബാറ്റ് തട്ടി 1ാം സ്ലിപ്പിലേക്ക് പന്ത് തെറിച്ചു. വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസ്രുദ്ദീൻ മുഴുനീള ഡൈവിലൂടെ പന്ത് ഗ്ലൗസിലൊതുക്കി. വിദർഭ 2 വിക്കറ്റിന് 7 റൺസ് നിലയിൽ. ഒന്നാം ഇന്നിംഗ്സിൽ സമാന സ്ഥിതിയിൽ വീണുപോയ വിദർഭയെ രക്ഷിച്ച കരുൺ നായരും ഡാനിഷ് മലബാറും ക്രിസ് ഒന്നിച്ചത് അപ്പോഴാണ്. ഇരുവരും ഇരട്ട സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തി. ആദ്യ സെഷനിൽ തന്നെ വിദർഭ ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.